നിലമ്പൂർ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ UDF. ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. മുസ്ലിം ലീഗിന്റെ പിന്തുണയും ആര്യാടനുണ്ട്. ഇടതുമുന്നണി സംസ്ഥാന നേതാവിനെ തന്നെ കളത്തിലിറക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള M. സ്വരാജ് തന്നെ മത്സരിക്കുമെന്ന സൂചനകൾ CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്വന്തം നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടെ എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചുവെന്നാണ് സൂചന. സ്വരാജ് അല്ലെങ്കിൽ സ്വതന്ത്രരെ നിലമ്പൂരിൽ നിയോഗിക്കാനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ BJPയിൽ പക്ഷേ ഭിന്നത തുടരുകയാണ്. എറണാകുളത്ത് UDFന്റെ ഉന്നതതല യോഗം ചേർന്നു. ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ്. AICCക്ക് ഇന്ന് തന്നെ KPCCയുടെ പേര് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകും. അതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്നിലേറെ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അല്ല, ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. PV അൻവർ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കും. അതിനിടെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ അഴിമതി നടമാടുകയാണെന്ന് അൻവർ ആരോപിച്ചു. ഏറ്റവും വലിയ അഴിമതി ഒരുപക്ഷെ കേരളം കണ്ട നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഇത് തന്നെയായിരിക്കും. പിന്നെ എന്താ പുള്ളി പറയുന്നത്? ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമില്ല. ആ തൊട്ട് ക്ഷ വരെ കേന്ദ്ര NHAI ആണ് കേന്ദ്രമാണെന്നാണ് പറഞ്ഞത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 24 മണിക്കൂറിനകം എന്ന UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പറഞ്ഞതാണ്. ഇത് ഒന്നിലേറെ പേരുകൾ എന്ന് ഇപ്പോഴും KPCC പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം. ആ തരത്തിൽ ഉള്ള ഒരു ആശയക്കുഴപ്പം, ആ പേരുകളിലുള്ള ആശയക്കുഴപ്പം, അതിലൊരു കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വേണമോ അനുമാനിക്കാൻ? അപർണ, PV അൻവർ നിയമസഭാംഗത്വം രാജിവെച്ച് മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് VS ജോയ്, അതായത് നിലവിലെ DCC അധ്യക്ഷൻ കൂടിയായ VS ജോയ് അവിടെ സ്ഥാനാർത്ഥിയാകണം. കാരണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും യുവാക്കളുടെ പിന്തുണ ഉറപ്പാക്കാനുമൊക്കെ VS ജോയിക്ക് കഴിയുമെന്നൊരു നിലപാടായിരുന്നു അൻവർ എടുത്തത്. പക്ഷേ അൻവർ അങ്ങനെ പരസ്യമായ ഒരു നിലപാടെടുത്തതിനോട് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉടലെടുത്തു. കാരണം അൻവർ മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുമ്പേ അൻവറിന്റെ മുമ്പിൽ വഴങ്ങി കോൺഗ്രസ് UDF എന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക. മുമ്പോട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി സണ്ണി ജോസഫിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ നടപടികൾ പൂർത്തിയായിട്ട്. അതിന് പിന്നാലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ഒരു ക്രൈസ്തവ മുഖത്തെ വീണ്ടും ഉയർത്തിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായാൽ മറ്റ് സമുദായങ്ങൾക്കിടയിൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കും, അതൃപ്തി ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അങ്ങനെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് തന്നെ VS ജോയ് തുടരട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പിന്നീട് ചർച്ചകളിൽ നിറയുന്നത് ആര്യാടൻ ഷൌക്കത്തിന്റെ പേരുകൾ തന്നെയായിരുന്നു. പക്ഷേ ആര്യാടൻ ഷൌക്കത്തുമായി ബന്ധപ്പെട്ട് VS ജോയിയുമായി നിൽക്കുന്ന ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. പ്രാദേശികമായി ഉയരുന്ന ചില എതിർപ്പുകളുണ്ട്. ഈ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ നിലമ്പൂരിൽ അഭിമാന പോരാട്ടത്തിൽ മത്സരരംഗത്തേക്ക് ഇറക്കിയാൽ അത് ജയസാധ്യതകളെ ബാധിക്കുമോ എന്നൊരു വലിയ ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ പേരിലേക്ക് അവർക്ക് കൃത്യമായി എത്താൻ കഴിയാത്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പൊതുസമ്മതരായ മറ്റൊരു പേര് കൂടി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. അങ്ങനെ ചില പേരുകൾ കൂടി നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. KPCC അധ്യക്ഷൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതും നമ്മൾ അല്പസമയം മുമ്പ് നൽകിയ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെയാണ്. അതായത് ഒറ്റ പേരിൽ അല്ല ചർച്ചയുള്ളത്, മറ്റ് ചില പേരുകൾ കൂടി നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് എന്ന് പറയുമ്പോൾ അല്പസമയത്തിനകം എറണാകുളത്ത് മുതിർന്ന നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും കൃത്യമായി KPCCയുടെ ഭാഗത്ത് നിന്ന് ഒറ്റ പേര്, അതായത് ഒരു സർപ്രൈസ് മുഖമുണ്ടായേക്കും എന്നുള്ള അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒന്നുകിൽ VS ജോയ് അല്ലെങ്കിൽ ആര്യാടൻ ഷൌക്കത്ത്, ഈ രണ്ട് പേരുകളിൽ ഒന്നിലേക്ക് കടക്കേണ്ടി വരും KPCCക്ക്. അതിനപ്പുറത്തേക്കുള്ള ഒരു ചോയ്സ് ഇപ്പൊ തൽക്കാലം പരിഗണിക്കുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല സാഹചര്യം അപർണ. ഒരു പക്ഷേ ഒരു സർപ്രൈസ് മുഖം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം
ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാക്കളോട് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു ഉത്തരം അവർ നൽകുന്നില്ല. മാത്രവുമല്ല, ഈ മാധ്യമങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു വലിയ ആക്ഷേപം ഹൈക്കമാൻഡിന് ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു പേര് വീണ്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർത്തിക്കാണിച്ചാൽ, അല്ലെങ്കിൽ ആ പേര് തന്നെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, അത് പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് പേരുകൾക്ക് അപ്പുറത്തേക്ക് പൊതുസമ്മതനായ മറ്റൊരു പേര് ജില്ലയിൽ നിന്ന് തന്നെ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന തരത്തിൽ കൂടി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി KPCC നേതൃത്വം അതുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു പട്ടികയിലേക്ക് എത്തും. ആ പട്ടികയായിരിക്കാം ഒരുപക്ഷെ ഹൈക്കമാൻഡിന് കൈമാറുക. അത് ഒരു പേരല്ല, ഒരു പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒന്നിലധികം ആളുകളുടെ ഒരു പട്ടികയായിരിക്കാം. അവിടെ നിന്ന് ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നാണ് സൂചന. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിദേശയാത്ര പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഡൽഹിയിൽ മടങ്ങിയെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹവുമായി അന്തിമ ചർച്ചകൾ നടക്കും. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുക. കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അനിശ്ചിതത്വമുണ്ടാക്കിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതിലൊന്ന്, കഴിഞ്ഞ തവണ 81,227 വോട്ടുകളാണ് PV അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിലമ്പൂരിൽ നിന്ന് നേടിയത്. 78,527 വോട്ടുകൾ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായ UDFന്റെ VV പ്രകാശ് നേടുന്നു. ഏതാണ്ട് 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PV അൻവർ എന്ന ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറുന്നത്. അതായത് നെക്ക് ടു നെക്ക് ഫൈറ്റ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന അശോക് കുമാറിന് 8,500-ലധികം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ BJP മത്സര രംഗത്തേക്ക് ഇല്ല എന്നൊരു നിലപാട് എടുക്കും എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെ ഒരു നിലപാടെടുത്താൽ ആ BJP വോട്ടുകൾ എവിടേക്ക് ചായും? മനസാക്ഷി വോട്ട് ചെയ്യാം എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയാലും അത് ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് എന്നൊരു സന്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് കരുതലോടെ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ BJP കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് വോട്ട് കച്ചവടം നടക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ UDF വലിയ പ്രചാരണായുധമാക്കി മാറ്റുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനോട് വ്യക്തിപരമായി ഞാൻ തിരികെ എത്താം ഡാൻ. അതായത് ഈ ആശയക്കുഴപ്പം UDFൽ നിൽക്കുമ്പോൾ അത് ഡാൻ പറഞ്ഞതുപോലെ ഒരു സർപ്രൈസ് മുഖം പോലും വരാനുള്ള ഒരു സാധ്യത ഒരു വശത്ത് ആര്യടൻ ഷൗക്കത്തിന് ഏറെ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് അത്തരം ഒരു നിലപാടിലേക്ക് ഒന്നിലേറെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു തന്നെ മാധ്യമങ്ങൾ കേട്ടതാണ്. അല്പം സമയത്തിന് മുമ്പ് ഡാനിലേക്ക് വരാം.